SRX 120DX, SRX 250DX, അതുപോലത്തെ മോഡൽ SRX 200 മോഡൽ, അതിനൊക്കെ ഒത്തിരി മോഡലുണ്ട്. പിന്നെ കുറേ ലോക്കൽ സ്പീക്കേഴ്സാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ SRX 120DX 100 വാട്ട്സ് ഔട്ട്പുട്ട് സ്പീക്കർ വീഡിയോയിലോട്ട് പോകാം. സ്പീക്കർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ ഒരു ട്യൂട്ടർ വരുന്നുണ്ട്, ഒരു സ്പീക്കർ വരുന്നുണ്ട് 12 ഇഞ്ച് വീഡിയോയുടെ ഒരു ബ്രാൻഡിങ്. അതിൻ്റെ സൈഡ് ഹാൻഡ് കാണിക്കാവുന്ന റെക്റ്റാങ്കുലർ ഷേപ്പ് പറയുന്നത് ഇതിൻ്റെ സൈഡ് ഹാൻഡിലാണ്. ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ട്യൂട്ടർ സ്റ്റാർ ഇതുപോലെ ചെറുതാണ്. നല്ല വുഡൻ ക്യാബിനറ്റ് ആയിരുന്നു. ഇത് പണ്ടെങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലായിരുന്നു. ഇതിൻ്റെ കോൺഫിഗറേഷൻ സ്റ്റീരിയോ ആണ്. നല്ലൊരു സ്പീക്കറായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മോഡൽ ഇറങ്ങാറില്ല. കുറേ മോഡൽ ഇപ്പം അറിയുന്ന സാധനമില്ല. സൂര്യയുടെ SRX 120DX മോഡൽ ഈ മോഡലിൻ്റെ വേറെ മോഡലാണ് DX മോഡൽ. അത് സൂര്യയുടെ മോഡൽ തന്നെയാണ് DX മോഡൽ. ഇതാണ് സൂര്യ SRX 120DX ഇതാണ് മോഡൽ. ഇതും ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. ഗ്രില്ലിനും ക്യാബിനും ഹാൻഡിൽസിനും വ്യത്യാസമുണ്ട്. ട്യൂട്ടറും സ്പീക്കറും സെയിം. പിന്നെ ഇത് ബൈൻഡിങ് പോസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ജാസ്തിയാണ്. അതായത് 5000 രൂപയുടെ സാധനം കിട്ടുന്നതിന് 6000 രൂപയാണ്. പലയിടത്തും പല വിലയാണ്. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അതത്ര കിട്ടുകയാണ്. നമുക്കൊരു മാക്സിമം 3000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നാണ് എൻ്റെ ഒരു അഫോർഡബിൾ ഒരു നിഗമനം എന്ന് പറയുന്നത്. ഈ 3000 രൂപയ്ക്ക് കിട്ടുന്നത് പറയുന്നത് നമ്മുടെ SRX 50DX 4600 രൂപയാണ് ആമസോണിൽ കിട്ടും. ഈ FUJയുടെ 15DX ഇതും വെച്ചാലും നല്ലതാണ്. ഇതും ഒരു 50 വാട്ട്സ് ഔട്ട്പുട്ട് തരുന്നതാണ് പറയുന്നത് കമ്പനി. ഇതിനൊരു സൈഡ് ഹാൻഡിലൊക്കെ ഉള്ളതാണ്. നല്ലൊരു ക്യാബിനറ്റാണ്. നല്ലതാണ്. ചർച്ചിലൊക്കെ വെക്കാൻ പറ്റിയ സ്പീക്കർ, ചർച്ചസ് അല്ലെങ്കിൽ പറ്റിയ സ്പീക്കേഴ്സ് നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ 120DX കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് പറയുന്നത് സ്കൂളുകളിലെ കോളേജുകളിൽ അല്ലെങ്കിൽ ഈ വെഡിങ് റിസപ്ഷൻ ഈ കൊണ്ടിടുമ്പോൾ അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ചർച്ചസിനൊക്കെ കുറവാണ്. പള്ളിയിലിരിക്കുമ്പോൾ മൊത്തം ഇങ്ങനെ 3-4 ഡൈനിങ്ങൊക്കെ കാണുമ്പോൾ FUJയുടെ കാലം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ഉണ്ടാകും. FUJയുടെ പറയുകയാണെങ്കിൽ ചുരുക്കമില്ല. അമ്പലത്തിലെ ഉത്സവങ്ങളിലൊക്കെ FUJയുടെ ആംപ്ലിഫയറുകൾ അല്ലെങ്കിൽ FUJയുടെ സ്ക്വയർ ബോക്സുകൾ 400 വാട്ട്സിൻ്റെ EK ഹാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ക്വയർ ബോക്സുകളൊക്കെയാണ് ഉള്ളത്. അപ്പം EK ഹാനിൻ്റെ അതാണ്ട് ഇതുപോലത്തെ മോഡലൊക്കെയാണ് സാധാരണ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ ഓടാറുണ്ട്. FUJയുടെ സ്പീക്കർ തന്നെ വെക്കണം. FUJയുടെ സ്പീക്കേഴ്സാണ് അതിനകത്ത് വെക്കാറുള്ളത്. ഇതാണ് ഈ മോഡൽ. ഇതാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് പരിപാടികൾക്കും അല്ലെങ്കിൽ അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ പറ്റിയ ബോക്സ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ബോക്സാണ്. 400 വാട്ട്സ് എന്നാണ് പറയുന്നത്. DX മോഡലാണ്. DX മോഡലാണ്. ഒരു 12 ഇഞ്ച് സ്പീക്കർ വെക്കാൻ 4 സ്പീക്കർ വെക്കാം. ഒരു ട്യൂട്ടർ വെക്കാം. അല്ലെങ്കിൽ ക്രോസോവറുകളുടെ വെക്കാം. ഒരു കണക്ടേഴ്സ് നമുക്ക് അത്യാവശ്യമാണ് ഈ സ്പീക്കറിനൊക്കെ. ഇതാണ് മെയിനായിട്ട് ഓടുന്നത് തന്നെ. നല്ലൊരു സ്പീക്കർ ബോക്സാണ് ഇത്. നല്ലൊരു സ്പീക്കർ ബോക്സാണ്. കണ്ടില്ലേ, പലരും ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ലതാണ്. ഒരു 10000 രൂപയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഒരു ബോക്സിനെന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഒരെണ്ണത്തിന് 10000 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ FUJയുടെ 120DXന് ഉപയോഗിക്കേണ്ട ആംപ്ലിഫയർ എന്ന് പറയുന്നത് SSI 250M അല്ലെങ്കിൽ 250dP ആംപ്ലിഫയർ ഉപയോഗിക്കാം. ഇതാണ് ആംപ്ലിഫയർ. ഞാൻ കണ്ടിട്ടുള്ളത് FUJയുടെ SSI 250dP അല്ലെങ്കിൽ 250M ആംപ്ലിഫയറാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. കാണാൻ വിചാരിക്കുന്നത് കുറച്ച് ഫോട്ടോയ്ക്ക് പ്രശ്നമാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ആംപ്ലിഫയറാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം സ്പീക്കേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ലോഡിങ്ങിൽ തന്നെ ഒത്തിരി ഓവർലോഡ് ചെയ്ത് ഉപയോഗിക്കരുത്. അത് ഒരു റിക്വസ്റ്റായിട്ട് വിചാരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ കാണാൻ വിചാരിക്കുന്നത് ടെർമിനൽ കാണുന്നത് കോളാമ്പി നമ്മുടെ ഡ്രൈവർ യൂണിറ്റ് വേണ്ടിയുള്ള ഒരു റെഡ് ടെർമിനൽ എന്ന് പറയുന്നത്. റെഡ് ടെർമിനൽ നമുക്ക് വേണമെങ്കിൽ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഡ്രൈവർ യൂണിറ്റോ അല്ലെങ്കിൽ ഈ
സ്പീക്കേഴ്സ് ഡ്രൈവർ യൂണിറ്റ് ഓടുന്നത് ഇലക്ട്രിക് ട്രാൻസ്ഫോർമർ ഓടുന്നത് ഈ ബോർഡ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സിഗ്നൽ സ്പീക്കേഴ്സ് ഈ യൂണിറ്റെ കണക്ട് ചെയ്യാണെങ്കിൽ കോളാമ്പി പരിപാടി മിക്ക പരിപാടിക്ക് 250 ആംപ്ലിഫയറാണ് കോളാമ്പിക്കൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല ആംപ്ലിഫയറാണ്. പിന്നെ 120 സ്പീക്കർ ബോക്സിന് കണക്റ്റിങ്ങിലുള്ള ബ്ലാക്ക് ടെർമിനൽ കോമൺ 8 ohms അല്ലെങ്കിൽ 4 ohms കണക്ട് ചെയ്യാം. പിന്നെ ബാക്കിൽ എന്ന് പറയുമ്പോൾ ബോക്സ് വന്നിട്ടുണ്ട്. ബോക്സ് 2 ഉണ്ട്, പ്രീയാമ്പ് ഉണ്ട്, ലൈൻ ഔട്ട് ഉണ്ട്. പ്രീയാമ്പും ലൈൻ ഔട്ട് ആംപ്ലിഫയർ അടുത്തൊരു ഈ ഒരു ആംപ്ലിഫയറിന് അടുത്തൊരു ആംപ്ലിഫയറിലോട്ട് പാച്ച് ചെയ്യുന്നതിനാണ് ലൈൻ ഇൻപുട്ട് എന്ന് പറയുന്നത്. ലൈൻ ഇൻപുട്ട് അല്ല, ഓക്സ് ആണ് ഓക്സ് ടു നമുക്ക് മിക്സർ എന്നുള്ള ഔട്ട്പുട്ട് നേരെ ആംപ്ലിഫയറിൻ്റെ ഓക്സ് ആണ് ഓക്സ് ടു അല്ല ലൈൻ ഇൻപുട്ട് പ്രീയാമ്പ് ഔട്ട് ലൈൻ ഔട്ട് വേറൊരു ആംപ്ലിഫയറിലോട്ട് പാച്ച് ചെയ്യുന്നതിനാണ് പറയുന്നത്. പിന്നെ 24 വോൾട്ട് ബാറ്ററി കണക്റ്റുള്ള സിസ്റ്റമാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇതിൻ്റെ മാസ്റ്റർ ബോഡിയാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. ബോക്സ് വേണം, ബോക്സ് കൊടുക്കാൻ ഡ്രൈവർ യൂണിറ്റ് വേണം, ഡ്രൈവർ യൂണിറ്റ് കൊടുക്കും. ബേസ് ഉണ്ട്, ട്രബിൾ ഉണ്ട്. ഒരു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫീച്ചേഴ്സാണ്. പിന്നെ ഒരു റീസെറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, ഒരു ഓവർലോഡിൻ്റെ ഇൻഡിക്കേറ്ററുണ്ട്. പിന്നെ മൈക്ക് അവസാന 2 മൈക്കുകളിൽ ഓക്സിൻ്റെ സെലക്ടർ ഉണ്ട്, അല്ലെങ്കിൽ മൈക്കിൻ്റെ സെലക്ടറിങ് സ്വിച്ച് ഉണ്ട്. ഈ ഫ്രണ്ട് മൈക്ക് 5 മൈക്ക് 6ൻ്റെ ഫ്രണ്ട് വശത്ത് കൂടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തത്. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു വൃത്തിയായിട്ടുള്ള റിസൾട്ടായിരിക്കും ആംപ്ലിഫയറിന് കിട്ടുന്നത് തന്നെ. നിങ്ങൾ മാക്സിമം ഓക്സ് കേബിൾ ബാക്കിൽ കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ടർ സ്വിച്ച് നമുക്ക് വേണം ഓക്സ് 1 ഓക്സ് 2 സ്വിച്ച് കൊടുത്താൽ മതി. ബാക്കിൽ നിന്ന് ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ പാട്ട് വെച്ചാലും മതി. പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് പിന്നെ മൈക്കായിട്ട് തിരിച്ച് ഇട്ടാലും മതി. എന്നിട്ട് മൈക്ക് കാര്യങ്ങളൊക്കെ നല്ലതാണ്. എന്ന് പറയുന്നത് നല്ലൊരു മോഡലാണ്. അപ്പം അങ്ങനെ ആ മോഡൽ ഇറങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ കിട്ടണമെങ്കിൽ ഭയങ്കര റയറാണ്. ഇനി ഇവിടെ DX ഇപ്പം റയറാണ് കിട്ടാൻ. എന്ന് വെച്ചാൽ റയർ എന്ന് വെച്ചാൽ 120 DX ആണ് കിട്ടുന്നത്. DX ഇപ്പം അങ്ങനെ കിട്ടാൻ, അതാണ് പ്രശ്നം. ഈ സ്പീക്കറൊക്കെ സെക്കൻഡിനെ കിട്ടുള്ളൂ, ഈ 120 DX ഒക്കെ. ഇപ്പോൾ DX മോഡലിന് ഭയങ്കര റേറ്റാണ്, അതാണ്. ഇതുപോലെയൊക്കെ സെക്കൻഡിന് കിട്ടും നമുക്ക് ഈ സ്പീക്കേഴ്സൊക്കെ. നല്ലതാണ്. എൻ്റെ ഒരു പേഴ്സണലി ഫേവറേറ്റ് മോഡലാണ് ഇത്രയെണ്ണം വേണമെന്നൊക്കെ ആഗ്രഹം. അപ്പം ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി ഹിന്ദിക്കാരൊക്കെ കാണിക്കുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഈ സ്പീക്കറിൽ കുറഞ്ഞ വാട്ടേജിൽ ആംപ്ലിഫയർ കൊടുക്കും. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അതിന് പറ്റിയൊരു വാട്സിനുള്ള ആംപ്ലിഫയർ കണക്ട് ചെയ്താലേ ആ സ്പീക്കറെ